下雨了，给了你一把伞，不记得今天还姗姗来迟，笑着对我说没有，还期盼你突然送惊喜给我，把雨伞放在我身后，着迷你自由自在，像个小孩，没有愁。特别你笑的时候，阳光配合的颜色，即便你发带有点小笨拙，也对你不放手。Guys and welcome back to our YouTube channel. So, നമ്മുടെ കുട്ടി 9 months ആയിരിക്കാണ്. So, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ്. So, അതിന് വേണ്ടി എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. So, നമ്മുടെ mom to be എന്താ പറയുന്നത്? നമ്മൾ ഇനി ബാക്ക് പാക്ക് ചെയ്യാൻ പോവാണ്. So, അത്യാവശ്യം കുറെ സാധനങ്ങൾ എന്തൊക്കെയുണ്ട്. ഫസ്റ്റ് ടൈം ഇവിടെ നമുക്ക് മറന്നില്ല. ഇപ്പോൾ എന്തൊക്കെയോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്തൊക്കെയോ വാങ്ങിട്ട് വെച്ചിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ട് പിന്നെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചു പറഞ്ഞിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. സോ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അമ്മയും അമ്മമ്മയും സൈഡിൽ ഇരിക്കരുത്. അവര് ഇടക്കിടക്ക് പറഞ്ഞിരുന്നായിരിക്കും, കാരണം നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. അപ്പോ ആദ്യം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. സൂട്ട്കേസിൽ വെക്കാണ്ട് ഇതിൽ വെക്കാൻ വിചാരിക്കുന്നത്, അതാണ് ഇതൊക്കെ എടുത്തിടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിലെന്തൊക്കെയാ വെക്കുന്ന വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് പിന്നെ കുറച്ച് കോട്ടൺ തുണി, പ്ലെയിൻ വൈറ്റ് കോട്ടൺ തുണി, മുക്കാൻ വീട്ടിലുള്ള കോട്ടൺ തുണി 4 ഭാഗത്തും സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്, അതായത് നൂലൊക്കെ വരാണ്ട് കാണിട്ടുള്ള അങ്ങനെയുള്ള ഒരു 6 പറഞ്ഞിട്ടുണ്ട്. പ്ലെയിൻ വൈറ്റും അതേപോലെ തന്നെ കളറും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 ലുങ്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ മാക്സി, അതായത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള, അതായത് ഫുൾ ബട്ടൺ വെച്ചിട്ടുള്ള നൈറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ എടുക്കണം എന്നായിട്ട് പറഞ്ഞില്ല. അപ്പൊ അത് നമ്മൾ ഈ ബാസ്ക്കറ്റിലാണ്. എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലാണ് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പാക്കറ്റില് പ്ലെയിൻ വൈറ്റ് കോട്ടൺ തുണി 4 ഭാഗത്തും സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. അതായത് മുക്കാൻ വേണ്ടിയിട്ടുള്ളത് കണ്ട ഏകദേശം ഇങ്ങനെ വരും. ഇങ്ങനെയുള്ള മുക്കാൻ വേണ്ടിയിട്ടുള്ള 6 കൊണ്ട് ശരിക്കും ഞാൻ വെച്ചിട്ടുണ്ട്. 6 അവര് ചോദിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ 6 പറഞ്ഞത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ കൂടി വെച്ചിട്ടുണ്ട്. അതെ, എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ കളർ എന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ളത് അമ്മമ്മേന്റെ സാരി ആണ് എടുത്തിട്ടുള്ളത്. കളർ തുണിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 ലുങ്കി കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്നോട് എടുക്കാൻ പറ്റുള്ളത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള മാക്സി, അത് ഫുൾ ബട്ടൺ വെച്ചിട്ടുള്ള മാക്സിയാണ്. ഒരു 3 സെറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ സാനിറ്ററി പാഡ്സ് ആണ്. അപ്പൊ അത് ഞാൻ എവറി എന്ന് പറഞ്ഞൊരു കമ്പനീന്റെ ആണ് വാങ്ങിയിട്ടുള്ളത്. ഡിസ്പോസിബിൾ പാൻറ്റീസ് ടൈപ്പിലുള്ള പാഡ്സ് ആണ്. അല്ലാണ്ട് യൂസ് ചെയ്യുന്ന സേഫ് ഞാൻ സൂട്ട്കേസിൽ വെക്കുന്നത്. ഇപ്പം കുറച്ചും കൂടി കംഫർട്ട് എല്ലാവരും പറയുന്നത് കേട്ടത്. അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഈ ബാസ്ക്കറ്റ്. അടുത്തത് ബേബീന്റെ പാമ്പേഴ്സ് ആണ്. ഇതിപ്പോ പാമ്പേഴ്സ് പ്യൂർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനാണ് വാങ്ങിയിട്ടുള്ളത്. ഒന്നുകൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ആൾക്കാരും ഇത് വാങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ വീഡിയോസിലൊക്കെ. അതായത് ന്യൂ ബേബി ടാപ്പ് ടൈപ്പുള്ള പാമ്പേഴ്സ് ആണ്. അതിന്റെ കൂടെ ഇതിന് വേണ്ടി കുറച്ചും കൂടി സോഫ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് ഞാൻ ഇത് കൂടെ വാങ്ങിയിട്ടുണ്ട്. ബേബിയുടെ പാമ്പേഴ്സിന്റെ കൂടെ തന്നെ നമുക്ക് ബെഡ് ടൈപ്സും വേണമല്ലോ. അപ്പൊ അത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മദർ സ്റ്റാഷ് എന്ന ബ്രാൻഡിന്റെ ആണ്. 98% പ്യൂർ വാട്ടർ. കുറെ ബ്രാൻഡ്സിന് ഞാൻ കുറച്ച് വീഡിയോസ് റെഫർ ചെയ്തതിൽ ഇതാണ് കൂടുതൽ എല്ലാവരും വാങ്ങിക്കാറുണ്ട്. കാരണം വാട്ടർ കണ്ടിട്ട് കൂടുതലുള്ള വൈബ്സ് വാങ്ങിക്കാൻ ശ്രമിക്കും. അത് ആക്ച്വലി ഞാനൊരു കോമ്പോയിൽ വാങ്ങിയതാണ് 3 തൽക്കാലം ഞാൻ 1 മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതിൽ തന്നെ എനിക്ക് 80 വൈബ്സോളം ഉണ്ട്. അപ്പം അത് ഹോസ്പിറ്റലിൽ അത് ആവശ്യം അത്രയും. നമ്മുടെ നെക്സ്റ്റ് പട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ട്രോളിയാണ് നമ്മൾ ഈ സെക്കൻഡ് ബാഗിൽ സാധനങ്ങൾ വെക്കാൻ പോകുന്നത്. സോ അതിൽ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു. ആക്ച്വലി എനിക്ക് ഇതിനെ കുറിച്ച് ഞാൻ സാധനം വെക്കുന്ന ആളാണ്. ഇവിടെ അത്യാവശ്യം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇപ്പൊ ഒരു ഐഡിയ. നമ്മളെയൊന്നും കാലത്ത് ഇങ്ങനെയൊന്നുമില്ല അല്ലേ അമ്മേ? നമ്മളെയൊന്നും കാലത്ത് അത്യാവശ്യം വേണ്ട മാത്രം, പിന്നെ അതിനുശേഷമാണ് ബാക്കിയല്ലേ. ഇപ്പൊ എല്ലാം മുൻകൂട്ടി എല്ലാരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതൊരു സർപ്രൈസ് ആണ്. ഇവരും എല്ലാരും കാണുന്നുണ്ട്. അമ്മയും അമ്മമ്മയൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഈ സൂട്ട്കേസിൽ എന്ന് വെച്ചാല് നമുക്ക് റൂമിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വെക്കുന്നത്. അത് റൂമിൽ ഡേ 1 ഡേ 2 അങ്ങനെയുള്ള സെറ്റപ്പിൽ ഞാൻ ഈ സൂട്ട്കേസിൽ വെക്കാന്ന് വെച്ച് ബാക്കി ടൈമിൽ നമ്മൾ അതിൽ വെച്ചത്. ഓക്കെ, ഫസ്റ്റ് തന്നെ അപ്പൊ റൂമിലേക്ക് ആവശ്യമുള്ള മറ്റേ ബെഡ്ഷീറ്റുകള്, തോർത്തുകള്, പിന്നെ എൻ്റെ ബാക്കി നൈറ്റീസ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ബൈസ്റ്റാൻഡർ ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു പാക്കറ്റിലേക്ക് ആക്കിയിട്ട്
കോട്ടൺ ക്ലോത്ത്സ്, മുസ്ലിം ക്ലോത്ത്സ് തന്നെ പറയാം. അപ്പൊ അങ്ങനത്തെ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിയതെല്ലാം ഞാനല്ല, അമ്മ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് വെച്ചതാണ്. ഇങ്ങനെയുള്ള കുറച്ച് ലോങ് ആണ്. ഇതിന്റെ ഒരു ലെയർ കൂടി ഉണ്ട്. ഇത്രത്തോളം ഓപ്പൺ ആയിട്ട് ഉള്ള ഒരു ലെങ്ത്തിൽ വരുന്ന സാധനം. ഇതെന്താ ബേബിനെ റാപ്പ് ചെയ്യുന്ന ക്ലോത്ത്, അതായത് മുസ്ലിം ക്ലോത്ത് പറയാം, പ്യുവർ കോട്ടൺ ആയിട്ടുള്ള. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ്. ലവ് ലാഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സെറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിപ്പോ 3 ഉള്ള ഒരു സെറ്റ്, ഒരു കോംബോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ബേബിന്റെ ചെറിയ ടവൽസ്. ബേബിന്റെ ചെറിയ ടവൽ, ബേബിന്റെ സൈസിനൊക്കെ കുഞ്ഞു ടവലാണ്. അതും ക്ലോത്ത് ഭയങ്കര സോഫ്റ്റും അല്ല, ബേബിന്റെ സ്കിന്നിനൊക്കെ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ്. അടുത്തത് ബേബിനെ റാപ്പ് ചെയ്യുന്ന തന്നെ അത് നൈസ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ആണല്ലോ. ഇത് കുറച്ച് തിക്ക് ആയിട്ടുള്ള, അതായത് പുറത്തേക്ക് വരുമ്പോ റിസീവിംഗ് അല്ല, റിസീവിംഗ് ക്ലോത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ അവരുടെ തരുന്ന പറഞ്ഞത്. പിന്നെ അതൊന്നും ഞാൻ സെപ്പറേറ്റ് വാങ്ങിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു കുറച്ച് തിക്ക് ആയിട്ടുള്ള ക്ലോത്ത്, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇങ്ങനെ ബേബിനെ എടുക്കാൻ മതി. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈ വാങ്ങിച്ചതാണ്. നമ്മുടെ മോസ്റ്റ് ഓഫ് എല്ലാം പോയി വാങ്ങിയത് ആകെ സത്യം പറഞ്ഞാൽ ഒരു ഷോപ്പിൽ പോയി വാങ്ങിയിട്ട് കണ്ണൂരത്തെ ഫസ്റ്റ് ക്രൈനെ വാങ്ങിയ. ബാക്കി ഞാൻ ആമസോണിലും പിന്നെ ഫസ്റ്റ് ക്രൈയുടെ തന്നെ മൊബൈൽ ആപ്പ് നോക്കാണ് വാങ്ങിയിട്ടുള്ളത്. ടൈ ചെയ്യേണ്ട ഒരു അടുത്തത് ബേബിനെ ബെഡിൽ കടത്തുമ്പോൾ യൂസ് ചെയ്യുന്ന ഷീറ്റാണ്. ഇത് എന്ത് വാട്ടർ, ഇത് മീഡിയം സൈസുള്ള ഷീറ്റാണ്. അതായത് ഇത് സത്യം പറഞ്ഞാല് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ്. പണ്ട് നിങ്ങൾ ഇങ്ങനത്തെ യൂസ് ചെയ്തത്? അല്ല, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണ റബ്ബർ ഷീറ്റാണ്. അതിന്റെ ഒരു ടൈപ്പ് തന്നെയാണ് ഇത് ഓൾറെഡി ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്, ഇപ്പൊ അധികം ഇങ്ങനത്തെ വാങ്ങിക്കുന്നതാണ്. ഈ ഊരിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാല് നിൽക്കത്തില്ല. ഇത് ഓൾറെഡി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അതും മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. കുട്ടിക്ക് കറക്കാനായിട്ട് നല്ല സുഖമുള്ള. ഇതിന്റെ തന്നെ വേറെ കളർ ഉണ്ട്, സൈസ് വ്യത്യാസമുണ്ട്. ഇതൊരു ബ്ലൂ കളറ് സ്മോൾ സൈസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു സ്മോൾ സൈസും ഒരു മീഡിയം സൈസാണ് വാങ്ങിയിട്ടുള്ളത്. മെയിൻലി നമുക്ക് മീഡിയം സൈസ് ആയിരിക്കും ആവശ്യം വരിക. സ്മോൾ സൈസ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബെഡ് വാങ്ങിയിട്ടുണ്ട്. ആ ബെഡിന് കണക്കായിട്ട് അത് കാണിച്ചു തരാം. അതിൽ വെക്കാൻ വേണ്ടി വെച്ച് നമ്മൾ ഈ ഒരു സൈസ് കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് സ്മോൾ അല്ലേ? എല്ലാം ഞാൻ ഇതേപോലത്തെ ഒരു സിപ്പ് കവർ വാങ്ങിയിട്ടുണ്ട്. സൗണ്ട് അതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ഇതൊക്കെ എടുത്തവരായിട്ട് എല്ലാം തുറന്നു നോക്കണ്ടേ. അടുത്തത് ബേബിന്റെ കുറച്ച് കെട്ടുടുപ്പുകളാണ്. എല്ലാം അയൺ ചെയ്ത് ഒന്ന് മാത്രം ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് ഇതേമാതിരിയുള്ള കെട്ടുടുപ്പാണ്. കുറച്ച് ടവൽസ്, സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസ്. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പൊ അതിന് പറ്റിയ ടവൽസ് ആണെങ്കിൽ ഇങ്ങനെ വെക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് ഇത് ബേബിയുടെ ക്യാപ്പും സോക്സും മിറ്റൻസും ഉള്ള സെറ്റ് കോംബോ ആണ്. അത് ഞാൻ 2 മാത്രം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ്. അതായത് ക്യാപ്പ് വരും, പിന്നെ കൈക്കിടുന്ന 2 മിറ്റൻസ്, കാലുണ്ട്. ഇനി ബേബിയുടെ കുട്ടി അത് റോംബേഴ്സ് എന്ന് പറയും. ഇങ്ങനെ കാലും അതെ, ഇത് റോംബേഴ്സ് ഞാൻ 2 മാത്രമേ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നുള്ളൂ. മിക്കവാറും പുറത്തേക്കിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇത് ഉപയോഗിക്കുള്ളായിരിക്കും അല്ലേ? പിന്നെ കുറച്ച് നമ്മുടെ ഡെയിലി യൂസിനായിട്ടുള്ള സാധനങ്ങൾ, അതായത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, പിന്നെ ഡെറ്റോൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ വേറൊരു പാക്കറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതൊന്നും ഹോസ്പിറ്റലിലോട്ട് ആവശ്യം വരില്ലാന്ന് തോന്നുന്നു. സോ ഒരു പാക്കറ്റ് ഇവിടെ ഞാൻ ഇട്ടപ്പോൾ ഇൻകേസ് ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരാം. ബേബിയുടെ ബെഡാണ്. ഇതിന് ഹോസ്പിറ്റലിലോട്ട് ആവശ്യം വരില്ലാന്ന് തോന്നുന്നു. അതായത് നെറ്റ് കവർ ചെയ്യുന്ന ബെഡ് ഉണ്ടല്ലോ, ഹോസ്പിറ്റലിന്റെ അടുത്ത് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട്
ഡയറക്റ്റ്ലി ഷോപ്പിൽ പോയിട്ട് തന്നെ പർച്ചേസ് ചെയ്തേ. ഈ ബെഡിൽ വിൽക്കാനാണ് ഞാൻ ആ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ക്ലോത്ത് ചെറുതൊന്ന് വാങ്ങിച്ചത്. ഇതെങ്ങനെയുണ്ട് ബെഡിൽ വെക്കുമ്പോൾ ബേബിയുടെ കുറച്ച് പ്രൊഡക്ട്സ് അതായത് സെബാമെഡ് എന്നുള്ള ബ്രാൻഡിന്റെ യൂസ് വാങ്ങിയിട്ടുള്ളത് ഞാൻ. സെബാമെഡിന്റെ അല്ല വാങ്ങിച്ചത്, ബേബിന്റെ എല്ലാ സെബാമെഡിന്റെ വാങ്ങിച്ചത്. അതായത് റിവ്യൂസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും റിലേറ്റീവ്സും ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് തന്നെ ഈ ഒരു ബ്രാൻഡാണ് ബേബിക്ക് നല്ല കംഫർട്ട് നമുക്കറിയില്ല. നമ്മള് വാങ്ങിച്ചത് ഇതാണ്, നമുക്ക് നോക്കിയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. അപ്പൊ ഇത് കോംബോ ആയിട്ട് തന്നെ ഇങ്ങനെ വാങ്ങിയതാണ്. അതായത് പൗഡർ, ഒന്ന് പൗഡറാണ്, ഇത് പൗഡർ, പിന്നെ ഇത് ബോഡി ലോഷൻ. ബോഡി ലോഷൻ ഞാൻ ചെറുതേ വാങ്ങിക്കൂ, കാരണം ആൾക്ക് കംഫർട്ട് ആകുന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ വേണമെങ്കിൽ ഇതിന്റെ വലുത് പിന്നെ വാങ്ങിക്കാം. ജസ്റ്റ് ഒരു ചെറുത് വാങ്ങിച്ച് നോക്കിയതാ. പിന്നെ ബേബിയുടെ സോപ്പ്, അത് ക്ലൻസിങ് പാറ്, പിന്നെ റാഷ് ക്രീം. ഡൈപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ റാഷ് വരാണ്ടിരിക്കും. റാഷ് വരുന്നതിന് മുന്നേ തന്നെ യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല അതൊന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഒന്ന് വാങ്ങി. അപ്പൊ ഇത് ഞാൻ ഈ പാക്കറ്റിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബേബിന്റെ സോപ്പ് ബോക്സ് ഇല്ലേ, ഒരു ക്യൂട്ട് ആയിട്ടൊരു ബേബിന്റെ സോപ്പ് ബോക്സ് ഇല്ലാത്ത നമുക്ക് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഒരു സോപ്പിന്റെ ബോക്സ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ഷോപ്പിൽ പോയപ്പോ കണ്ടിട്ട് കൊണ്ട് വാങ്ങിച്ചതാണ്. ശരിക്കും ലിസ്റ്റ് ഇല്ല, പക്ഷെ ആവശ്യമുള്ള സാധനം തന്നെയാണ് സോപ്പ്. ബേബീസിന്റെ എന്തായാലും നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കണല്ലോ. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. കുളിപ്പിക്കലെല്ലാം അമ്മയുടെ മേഖലയാണ്. അപ്പൊ അമ്മ ഇതില് സോപ്പ് വെള്ളം ഉണ്ടാക്കാൻ ഡ്രെയിൻ ആവാനുള്ളതും ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പാണ്ടന്റെ കുറെ കളേഴ്സ്, പിങ്ക്, ഗ്രീൻ ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ഗ്രീൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കുറച്ചുകൂടി പിന്നെ വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്, അതായത് ബേബിയുടെ ഡ്രസ് വാഷ് ചെയ്യാൻ പറ്റിയ ലിക്വിഡ്, അതായത് ഡിറ്റർജന്റ്. അതായത് ഇത് മദേഴ്സ് ഫാഷൻ എന്ന ബ്രാൻഡിന്റെ. ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് റിവ്യൂസ് എല്ലാം കണ്ടു നോക്കി. കുറെ പ്രൊഡക്ട്സ് ഉണ്ട്, അപ്പൊ അതിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഇതാണെന്നാണ് കേട്ടത്. അപ്പൊ ഞാൻ ഇത് വാങ്ങി. യൂസ് ചെയ്തവരൊക്കെ ഒപ്പീനിയൻ വെച്ച് നോക്കുന്നത് തന്നെയാണ്. എനിക്ക് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സും എല്ലാം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഗൈസ് ഇത്. എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മെഡിക്കൽ എല്ലാ റെക്കോർഡ്സ്. പിന്നെ ഞാനിപ്പോ എടുത്തു വെക്കാത്ത നമ്മുടെ മൊബൈൽ ചാർജർ, പിന്നെ അത്യാവശ്യം മോയ്സ്ചറൈസർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് എടുത്ത് വെക്കുക. അത് ഞാൻ ഇപ്പൊ വെച്ചില്ല, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗ് തന്നെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന, അതായത് അവരുടെ സാധനങ്ങൾ. നമ്മുടെ ഫാമിലി ആദ്യമായിട്ടാണ് ഗൈസ് നമ്മുടെ കൊച്ചുമോൾ പ്രസവിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത്? കൊച്ചുമോള് നല്ല സുഖമായിട്ട് അവളുടെ ഡെലിവറിയാണ് സുഖമായി കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ തിരിച്ചു. അമ്മ എങ്ങനെ മുത്തശ്ശിയാവാൻ പോവുകയാണ് ഗൈസ്. ഇത്ര കാലം അമ്മ അച്ഛമ്മയായിരുന്നു, ഇനിയിപ്പോ മുത്തശ്ശിയാവും. അപ്പൊ നമ്മളെല്ലാരും ഒരേപോലെ എക്സൈറ്റഡ് ആണ് നമ്മുടെ ബേബിനെ കാണാൻ വേണ്ടിട്ട്. സോ എല്ലാം പ്രോപ്പറായി നല്ല രീതിയിൽ നടക്കട്ടെ. അതുകൊണ്ട് ഇപ്പൊ 37 വീക്കായി. ഫസ്റ്റ് വീക്കാണ് ഡ്യൂ ഡേറ്റ് അപ്പോഴാണ്, പക്ഷെ മേ ബി കുറച്ച് മുന്നേ ബാക്ക് ആവാം. എങ്ങനെയായാലും റെഡി ടു വെൽക്കം അവർ ബേബി ഗൈസ്. വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം മിക്കവാറും ആ ടൈമിൽ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. നമ്മളെപ്പോഴും മുന്നേ തന്നെ ഫുൾ പ്രിപ്പയർഡ് ആക്കി. ശരിക്കും 35 വീക്ക് ആകുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണമെന്നാണ്. ഞാൻ എല്ലാം വാങ്ങിച്ച് പിന്നെ ഓർഡർ ചെയ്ത സാധനം ഷൂട്ട് ചെയ്യാൻ ഇന്നാണ് ഗൈസ് ടൈം. ഞാൻ കഴിഞ്ഞ ആഴ്ച എല്ലാം വാങ്ങിച്ച് നമ്മളെല്ലാം പ്രിപ്പയർ ആക്കി വെച്ചിരുന്നു, പക്ഷെ ഷൂട്ട് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നാണ് നമുക്ക് അതിന്റെ ടൈം കിട്ടിയത്. സോ ഇന്നെല്ലാം ഷൂട്ട് ചെയ്തു, എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇത്രയുള്ളൂ ഗൈസ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ്. നമ്മളങ്ങനെ 2 ബാഗ് പാക്ക് ചെയ്തു, അതേപോലെ നമ്മുടെ എക്സ്ട്രാ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാണ്. സോ നമ്മുടെ ഫാമിലിയിലേക്ക് ഇനി ഒരു കുഞ്ഞു ബേബിനെ വെൽക്കം ചെയ്യാൻ നമ്മളെല്ലാവരും ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കാണ് അല്ലേ. സോ ഇത്രയും ബാഗ് പാക്ക് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ആള് വരാനുണ്ട് ഗൈസ്. നമ്മുടെ ഡാഡ് വരാനുണ്ട് ബേബിയുടെ. നമ്മുടെ ചേട്ടൻ UK-യിൽ നിന്ന് നെക്സ്റ്റ് വീക്ക് അല്ലേ, നെക്സ്റ്റ് വീക്ക് എത്തുവാണ്. സോ മേ ബി ഏട്ടൻ വന്നിട്ടായിരിക്കും ഡെലിവറി ഉണ്ടാവുക. ഹോപ്പ്ഫുള്ളി ഡാഡ് വന്നിട്ട് ആള് പുറത്തിറങ്ങുമ്പോൾ തോന്നുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഹസ്ബൻഡിന് വേണ്ടി ഒരാളിവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലെ പോലെ തന്നെ ഏട്ടന്റെ ഫാമിലി എല്ലാവരും ഇകളി വെയിറ്റിംഗ് ആണ് നമ്മുടെ ന്യൂ ബോൺ ബേബിനെ കാണാൻ വേണ്ടിട്ട്. സോ നമ്മൾ പിന്നെ ഈ വീഡിയോ നമ്മൾ മിക്കവാറും ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും ഇടാൻ
ഇവര് സമ്മതിക്കൂടെ. സോ യാ എല്ലാം നല്ലപോലെ